ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായി ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്തൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. കുറച്ച് അധിക നേരം കുഴച്ചെടുക്കണം. ഇത് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറോ അരിപ്പൊടിയോ ചേർത്ത് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. എന്നിട്ട് മാത്രമേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മളെ ടേസ്റ്റി ആയ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.